Good evening students. Welcome to a lecture series of quantum mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഐഗൺ വാല്യൂസ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐഗൺ വാല്യൂസ് ഓഫ് ജെ സ്ക്വയറിനെ നമ്മൾ എ എന്നും ഐഗൺ വാല്യൂസ് ഓഫ് ജെ സെഡിനെ ബി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജെ സ്ക്വയറും ജെ സെഡും കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് സൈമിൾട്ടേനിയസ് ഐഗൺ കെറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. കെറ്റ് എ ബി എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം ലാഡർ ഓപ്പറേറ്റേഴ്സ് ജെ പ്ലസും ജെ മൈനസും ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ഓഫ് എച്ച് ക്രോസ് ചേഞ്ച് വരും. അപ്പോൾ ഒരു എൻ ടൈംസ് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ഒരു എൻ എച്ച് ക്രോസ് ചേഞ്ച് ഐഗൺ വാല്യൂ ബിക്ക് വ്യത്യാസം വരും. പക്ഷെ അത് നമുക്കൊരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഈ ബിയുടെ വാല്യൂസിനുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു അപ്പർ ലിമിറ്റിൻ്റെ ഒരു കണ്ടീഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എഴുതിയൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യുകയും എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഡിറൈവ് ചെയ്തു എ ഇസ് ഈക്വൽ ടു അപ്പർ ബി വാല്യൂ ദാറ്റ് മീൻസ് ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് ക്രോസ് എന്ന് എഴുതി. ആൻഡ് എ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ബി മിനിമം ഇൻറ്റു ബി മിനിമം മൈനസ് എച്ച് ക്രോസ് എന്ന് കൂടി എഴുതി. സോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ബി മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മിനിമം എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ബി മാക്സ് മുതൽ പ്ലസ് ബി മാക്സ് വരെയുള്ള വാല്യൂസ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ബി ഹാസ് ഗോട്ട് എ ലോവർ ലിമിറ്റ് ആൻഡ് ബി ഹാസ് ഗോട്ട് ആൻ അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റിനെ മൈനസ് ബി മാക്സ് എന്നും അപ്പർ ലിമിറ്റിനെ പ്ലസ് ബി മാക്സ് എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാമെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എ കെറ്റ് ബി മിനിമം ആണെങ്കിൽ ഇഫ് യു ഓപ്പറേറ്റ് ജെ പ്ലസ് ഓൺ എ കെറ്റ് ബി മിനിമം then the result will be a അതിൻ്റെ ബി മിനിമം പ്ലസ് എച്ച് ക്രോസ് ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഐഗൺ വാല്യൂ ജെ പ്ലസ് ഇതിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഗൺ വാല്യൂ ഒരു എച്ച് ക്രോസ് കൂടും. അപ്പോൾ സക്സസീവായിട്ട് ജെ പ്ലസ് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് ഇങ്ങനെ ഓരോ എത്ര ഓപ്പറേഷൻ നടക്കുന്നോ അത്രത്തോളം ജെ പ്ലസ് കൂടി വരും. അപ്പോൾ ഇഫ് യു സക്സസീവ്ലി അപ്ലൈ ജെ പ്ലസ് then if you start the operation from ket a minimum we can reach a b max after a finite number of rotations. ഇതാണ് ഐഡിയ. അതായത് എ മിനിമം ആയിരുന്നു ഇനീഷ്യൽ സ്റ്റേറ്റ്. നമ്മൾ ജെ പ്ലസ് ഓപ്പറേഷൻ കണ്ടിന്യൂസ് സക്സസീവായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഫൈനലി കെറ്റ് എ ബി മാക്സ് എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ജെ പ്ലസ്. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്പറേഷനിലും എൻ എച്ച് ക്രോസ് ബി മാക്സ് വ്യത്യാസം ബി മിനി അതായത് ബിയുടെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും വി മസ്റ്റ് ബി ഏബിൾ ടു reach ket a b max by applying j plus successively to get a b minimum a finite number of times. അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് എൻ ടൈംസ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ബി മാക്സ് എന്ന് പറയുന്നത് ബി മിനിമം പ്ലസ് എൻ എച്ച് ക്രോസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എൻ ടൈംസ് ആണ് ഓപ്പറേഷൻ നടക്കുന്നതെങ്കിൽ ബി മാക്സ് എന്ന് പറയുന്നത് ബി മിനിമത്തിൽ നിന്ന് ബി മാക്സിലേക്ക് എത്താൻ എൻ എച്ച് ക്രോസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ വേർ എൻ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, you can put this as equation number 33. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി മിനിമം എന്ന് പറയുന്നത് മൈനസ് ബി മാക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ബി മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മാക്സ്
പ്ലസ് എൻ എച്ച് ക്രോസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 2b_max is equal to എൻ എച്ച് ക്രോസ് എന്ന് വന്നു. സോ b_max is equal to n h cross divided by 2 എന്ന് വന്നു, where n is an integer. b_maxന്റെ വാല്യൂ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ b മിനിമം എന്ന് പറയുന്നത് നെഗറ്റീവ് വരും. ആ രൂപത്തിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ b_max is equal to n h cross by 2 എന്ന് നമുക്ക് കിട്ടി, which is equation number 34. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും b_max എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്നിന്റെ വാല്യൂ ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ h cross by 2 അങ്ങനെയുള്ള വാല്യൂസ് ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. 2h cross by 2, 3h cross by 2 എന്നുള്ള രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യുക. കുറച്ചും കൂടി ജനറലി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ b_max എന്ന് പറയുന്ന സിമ്പിൾ അല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത് b_max ഡിവൈഡഡ് ബൈ h cross കണ്ടുപിടിക്കും. കാരണം h crossന്റെ യൂണിറ്റ് നമ്മൾ യൂണിറ്റ് ഓഫ് h crossൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ b_max ഡിവൈഡഡ് ബൈ h cross എന്ന് പറയുന്നത് n/2 വരും. ആ n/2നെ ഞാൻ j എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ n ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് തന്നെ j ഒന്നുകിൽ ഇൻറ്റിജർ ആവാം അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റിജർ ആവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ j is equal to 1 വന്നാൽ n is equal to 1 വന്നാൽ j എന്ന് പറയുന്നത് 1/2 ആണ്. n is equal to 2 ആവുമ്പോൾ j is equal to 2 വരും. n is equal to 3 ആവുമ്പോൾ j 3/2 വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ n ഇൻറ്റിജർ ആണെങ്കിലും j എന്ന് പറയുന്നത് ഇൻറ്റിജറും വരാം ഹാഫ് ഇൻറ്റിജറും വരാം. j എന്ന് പറഞ്ഞാൽ എന്താണ്? j is nothing but b_max divided by h cross, or you can write it as b_max is equal to h cross jh cross. അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ b_max ഡിവൈഡഡ് ബൈ h cross ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 35 എന്ന് കൊടുക്കാം. j എന്ന് പറയുന്ന ഇത് വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹിയർ j ഈസ് either an integer or half integer. Clear? Okay. So നമുക്ക് ഇങ്ങനെ എഴുതാം. The maximum value b_max is equal to maximum eigenvalue of j set, that is b_max is equal to jh cross, where j is an integer or a half integer. Okay, then നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രം 26. ഇക്വേഷൻ നമ്പർ 26 ഓർമ്മയുണ്ടോ? ഇക്വേഷൻ നമ്പർ 26ലെ a is equal to b_max into b_max plus h cross നമുക്ക് കിട്ടി. b_max നമുക്ക് jh cross കിട്ടി. jh cross into jh cross plus h cross എന്ന് എഴുതാം. സോ h cross സ്ക്വയർ j into j plus 1 എന്ന് വന്നു. ഓക്കെ, സോ എനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് ജെ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 36 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തുള്ളൂ. നമ്മൾ എ എന്ന് പറയുന്ന ഐഗൺ വാല്യൂ എ എന്ന് പറയുന്ന സിമ്പിളിന് പകരമായിട്ട് ഇപ്പോൾ നമ്മളൊരു ജെയുടെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തു. h cross സ്ക്വയർ ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ b_max എന്ന് പറയുന്ന jh ക്രോസ് വന്നു എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് b എന്ന് പറയുന്നത് ജനറലി m_h ക്രോസ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. where m can be an integer. M can be vary from minus j plus 1, minus j plus 2, etc. j minus 2, j minus 1, j.
ഇതൊരു 2j+1 വാല്യൂസ് ഉണ്ടായിരിക്കും. 2j+1 വാല്യൂസ് ഒരു പർട്ടിക്കുലർ ജെക്ക് ഫോർ എ പർട്ടിക്കുലർ ജെ b values will be 2j+1 b values or m values ഉണ്ടായിരിക്കും. m can be ഇതാണ് b മിനിമം. b മിനിമം എന്ന് പറയുന്നത് -j ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് b മിനിമം b മാക്സ് എന്ന് പറയുന്നത് jh ക്രോസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ b മിനിമം എന്ന് പറയുന്നത് -jh ക്രോസ് വരും. ഓക്കെ, നമുക്കറിയാം ഓരോ j പ്ലസ് ഓപ്പറേഷൻ നടക്കുമ്പോഴും ഒരു h ക്രോസ് യൂണിറ്റിന്റെ വ്യത്യാസമാണ് ഇതിൽ ബിയുടെ വാല്യൂസിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ j വാല്യൂവിന് -j തൊട്ട് +j വരെയുള്ള വാല്യൂസ് പോസിബിൾ ആയിരിക്കും. അത് ഏകദേശം 2j+1 വാല്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ j = 1 ആണെങ്കിൽ 2 × 1 + 1 = 3 എന്ന് വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ j = 1 ആണെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത് -1, എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് -1, 0, 1 വരും. സോ 2j+1 -j to +j. എമ്മിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് -j to +j. അപ്പോൾ ഒരു JZ-ന് കറസ്പോണ്ടിങ് ആയിട്ട് 2j+1 സ്റ്റേറ്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ j വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് 2j+1 JZ സ്റ്റേറ്റ്സുകൾ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തത് നമ്മൾ AB എന്ന് പറയുന്ന സിമ്പിൾസിന് പകരമായിട്ട് JM എന്നുള്ള രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതായത് A എന്ന് പറയുന്നത് നമുക്ക് h² j × j+1 എന്നാണ് കിട്ടിയത്. B എന്ന് പറയുന്നത് mh× ആണ് റെപ്രസെൻറ്റ് ചെയ്തത്. m എന്ന് പറയുന്നത് -j to +j വരെയാണ്. 2j+1 വാല്യൂസ് ആണ്. j എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി an either integer or half integer. സോ j ഹാഫ് ഇൻറ്റിജർ ആണെങ്കിൽ എമ്മും ഹാഫ് ഇൻറ്റിജർ ആയിരിക്കും. j ഇൻറ്റിജർ ആണെങ്കിൽ എമ്മും ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ അത് ആ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് j² ഐഗൺ വാല്യൂസ് ആണ്. ഇത് JZ-ൻ്റെ ഐഗൺ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫങ്ഷൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കോമൺ ഐഗൺ കെറ്റ്സുകളെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് ഇതുവരെ ket a, b എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് നമ്മളിവിടെ ket jm എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആണ്? ജെയും എമ്മും സ്പെസിഫൈ ചെയ്താൽ JZ-ൻ്റെ ഐഗൺ വാല്യൂ j² ഐഗൺ വാല്യൂവും സ്പെസിഫൈ ചെയ്തു. j² ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് j വാല്യൂ ആണെങ്കിൽ j² ഐഗൺ വാല്യൂ എന്ന് j² ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് h² × j × j+1 ആണ്. JZ-ൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് mh× വരും. ഇപ്പോൾ ജെയും എമ്മും സ്പെസിഫൈ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ j²ൻ്റെയും JZ-ൻ്റെയും ഐഗൺ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിൽ കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ j²ൻ്റെയും JZ-ൻ്റെയും കോമൺ ഐഗൺ കെറ്റുകളെ ket j, m എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളൊരു റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. j² ket AB = a ket AB നമുക്കറിയുന്നതാണ്. JZ ket a, b = b ket a, b ഇത് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് JM-ൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? j² ket jm = h² j × j+1 ket jm എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. JZ ket jm can be represented as mh× ket j. Okay. ഇത് ഇക്വേഷൻ നമ്പർ 36. ഇത് ഇക്വേഷൻ നമ്പർ 37. ഇത് ഇക്വേഷൻ നമ്പർ 38. This is equation number 39. This is equation number 40. Okay. അപ്പോൾ നമ്മൾ ഇതിലെന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം? j എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂസ് ആണ്. എം ഇൻറ്റിജർ അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റിജർ ആണ്. എന്ന് പറഞ്ഞാൽ
ജെക്ക് ഏത് വാല്യൂസും പോസിബിൾ അല്ല എന്നർത്ഥം. എമ്മിനും അതേപോലെ തന്നെ സം ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ജെ സ്ക്വയറും ജെ സ്ക്വയറിന്റെയും ജെ സെഡിന്റെയും ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ക്ലിയർ? കാരണം ജെ ക്യാൻ ഹാവ് some specified values. It may be an integer or half integer. Okay, m also has some specified values. അപ്പോൾ അതുകൊണ്ട് തന്നെ this leads to the quantization of angular momentum. Angular momentum eigen values are discrete or angular momentum values are quantized. Quantization of angular momentum നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മൾ എവിടെ നിന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മൾ തുടങ്ങിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തുടങ്ങിയത് ജെ എ ജെ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എപ്സിലോൺ ഐ ജെ കെ. ഈ റിലേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ ജെ സ്ക്വയർ ഡിഫൈൻ ചെയ്തു. ജെ സ്ക്വയറും ജെ സെഡും കമ്പ്യൂട്ട് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് ആ നാൾ വഴി കൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്ത് വന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താ? ഫണ്ടമെന്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആണ്. ഫണ്ടമെന്റൽ ആംഗുലർ മൊമെന്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്. So starting from the fundamental commutation relation, we proved that the angular momentum is quantized. Or you can simply say that the quantization of angular momentum is a direct consequence of angular momentum commutation relations. Okay. So angular momentum commutation relations ന്റെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ടുഗദർ വിത്ത് ജെ കെ. ആ ജെ കെ നമ്മൾ ഡിഫൈൻ ചെയ്തത് ടുഗദർ വിത്ത് ജെ കെ ആസ് ദ generator of infinitesimal rotations. Angular momentum is the generator of infinitesimal rotations എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് പോസ്റ്റുലേറ്റ് ചെയ്തത്. ആ ഫണ്ടമെന്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 39 40 എത്തി. ദാറ്റ് മീൻസ് ആംഗുലർ മൊമെന്റം eigen values are discrete or it leads to the quantization of angular momentum. വളരെ കൃത്യമായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആംഗുലർ മൊമെന്റത്തിന്റെ ഐഗൺ വാല്യൂസും ഐഗൺ കെറ്റുകളെയൊക്കെ നമ്മൾ ഐഗൺ കെറ്റ്സുകളും ഐഗൺ വാല്യൂസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മളൊരു മാട്രിക്സ് ഫോമിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെയും ജെ സ്ക്വയറിന്റെയും ജെ സെഡിന്റെയും ഒക്കെ മാട്രിക്സ് എലമെന്റുകൾ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിന്റെ മാട്രിക്സ് എലമെന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, മാട്രിക്സ് മെക്കാനിക്സിന് നമുക്ക് ഈ ഓപ്പറേഷൻസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so we can write matrix elements of angular momentum operator. Next heading, matrix elements of angular momentum operators. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് പ്രധാനമായും 2-3 ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് എന്ന് പറയുന്നത് ജെ സ്ക്വയർ ആണ്, മറ്റൊന്ന് എന്ന് പറയുന്നത് ജെ സെഡ് ആണ്. നമ്മൾ ആംഗുലർ മൊമെന്റത്തിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ് സ്പെസിഫൈ ചെയ്തത്. പിന്നെ നമ്മൾ ജെ
ലാഡർ ഓപ്പറേറ്റേഴ്സ് ജെ പ്ലസും ജെ മൈനസും റെപ്രസെൻറ്റ് ചെയ്യും. ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത്രയും ഓപ്പറേറ്റേഴ്സിൻ്റെ മാട്രിക്സ് എലമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഐഗൺ കെറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ജെ എം എന്നുള്ളതാണ്. ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും ഐഗൺ കെറ്റ് എന്ന് പറയുന്നത് ജെ എം ആണ്. അതുതന്നെയാണ് ജെ പ്ലസിൻ്റെയും ജെ പ്ലസ് ഓപ്പറേഷൻ നടത്തുമ്പോൾ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇറ്റ് വിൽ ബി ഓൾസോ ജെ പ്ലസ്, that means j plus ket jm is also an eigenket of jz and j square. ഓക്കെ, അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഐഗൺ കെറ്റ് എന്ന് പറയുന്നത്, ഐഗൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മാട്രിക്സ് എലമെന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളൊരു ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ബ്രാ ജെ പ്രൈം എം പ്രൈം. ഇപ്പോൾ ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ മാട്രിക്സ് എലമെൻ്റ് ആണ് കിട്ടേണ്ടത് വെച്ചാൽ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ദ മാട്രിക്സ് എലമെൻ്റ് ഓഫ് ജെ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് ക്രോസ് സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. ജെ സ്ക്വയർ ജെ എം എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് വൺ ആണ്. അപ്പോൾ നമുക്ക് ജെ പ്രൈം എം പ്രൈം ജെ എം എന്നുള്ള രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എച്ച് ക്രോസ് സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ഡെൽറ്റ ജെ പ്രൈം ഇൻറ്റു ഡെൽറ്റ എം പ്രൈം റെപ്രസെൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 41. Clear? Similarly, matrix element of Jz can be written as, matrix element of Jz can be represented as bra j prime m prime Jz ket j m. That is equal to m h cross delta m prime delta j prime. Equation number 42. jz jm എന്ന് പറയുന്നത് എം എച്ച് ക്രോസ് വരും. ഓക്കെ, ഇത് ക്ലിയർ ആയി. അപ്പോൾ ഇതാണ് മാട്രിക്സ് എലമെന്റ്. അപ്പോൾ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ മാട്രിക്സ് എലമെന്റ് എന്ന് പറയുന്നത് ഡയഗണലൈസ് ചെയ്യപ്പെട്ട മാട്രിക്സ് ആണ്, ഡയഗണലൈസ്ഡ് ആണ്. കാരണം എന്താ? ക്രോണക്കൽ ഡെൽറ്റ ജെയും ജെ പ്രൈമും സെയിം ആകുമ്പോഴും എമ്മും എം പ്രൈമും സെയിം ആകുമ്പോൾ മാത്രമാണ് ഇതിനൊരു വാല്യൂ വരിക. അപ്പോൾ നിങ്ങളുടെ മാട്രിക്സ് എന്ന് പറയും ജെ സ്ക്വയർ മാട്രിക്സ് ആയാലും ജെ സെഡ് മാട്രിക്സ് ആയാലും അത് ഡയഗണലൈസ് ചെയ്യപ്പെട്ട മാട്രിക്സ് ആയിരിക്കും. ഓഫ് ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ നമുക്ക് 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ്. സോ ജെ സ്ക്വയർ ആൻഡ് ജെ സെഡ് ആർ ഡയഗണലൈസ്ഡ് മാട്രിക്സ്. ദാറ്റ് ഈസ് വൈ ദീസ് ഡയഗണൽ എലമെന്റ്സ് ആർ ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഒരു ഐഗൺ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു മാട്രിക്സിനെ ഡയഗണലൈസ് ചെയ്താൽ ആ ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഐഗൺ വാല്യൂസ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതാണ് ഡയഗണലൈസ് ചെയ്യപ്പെട്ടാണ്, ജസ്റ്റ് മനസ്സിലാക്കാം. ഇപ്പോൾ ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും മാട്രിക്സ് എലമെന്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു n ഡയമെൻഷണൽ കെറ്റ് സ്പേസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ ഒരു n/n മാട്രിക്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാട്രിക്സ് എലമെന്റ് ഓഫ് ജെ പ്ലസ് ആൻഡ് ജെ മൈനസ് എന്ന് വിചാരിക്കാം. അതും കൂടിയും കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഒബ്റ്റെയിൻ matrix elements of J plus or minus the ladder operators in the matrix element. നമുക്ക് ഇങ്ങനൊരു റിലേഷൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബിഫോർ ദാറ്റ്, സോ ഫോർ ടു ഒബ്റ്റെയിൻ ദിസ് let us find out J minus J plus. J minus J plus എന്താണ്?
നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് ക്രോസ് ജെ സെഡ്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 24 ആണ്. കഴിഞ്ഞ ലെക്ചറിലെ ഇക്വേഷൻ നമ്പർ 24. ഓക്കെ, ജെ മൈനസ് ജെ പ്ലസ് ഇതാണ്. ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ ജെ മൈനസ് എന്ന് പറയുന്നത് നമുക്കറിയാം ജെ പ്ലസ് ഡാഗർ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ജെ പ്ലസ് ഡാഗർ ഇൻറ്റു ജെ പ്ലസ് ഇസ് ഈക്വൽ ടു ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് ക്രോസ് ജെ സെഡ്. ക്ലിയർ? സോ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 43 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മാട്രിക്സ് എലമെന്റ് കണ്ടുപിടിക്കാം. ജെ എം ഡയഗണൽ എലമെന്റ്സ് എടുക്കാം. ജെ എം ജെ പ്ലസ് ഡാഗർ, ഇവിടെ ജെ പ്ലസ് ആണ്, ജെ പ്ലസ് ജെ എം ഇതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കും. ഞാനിവിടെ ജെ പ്രൈം എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ജെ എം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ മാട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻ്റ് ആണെന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ജെ എം ജെ സ്ക്വയർ ജെ എം മൈനസ് ബ്രാ ജെ എം ജെ സെഡ് സ്ക്വയർ ket jm minus h cross bra jm j set ket jm ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അത് ജെ സ്ക്വയർ ജെ എം എന്ന് പറയുമ്പോൾ എന്ത് വരും? എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1. ഇത് നോർമലൈസ്ഡ് ഐഗൺ കെറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും, ഇത് ഇൻറ്റു 1 വരും. ഓക്കെ, അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത് ബ്രാ ജെ എം കെറ്റ് ജെ എം എന്ന് പറയുന്നത് 1 എടുക്കുക. ഓക്കെ, മൈനസ് എം സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ മൈനസ് എം, എച്ച് ക്രോസ് സ്ക്വയർ ഇല്ലേ, എച്ച് ക്രോസേ ഉള്ളൂ, എം എച്ച് ക്രോസ് ഇൻറ്റു എച്ച് ക്രോസ് എന്ന് വരും. അതായത് എച്ച് ക്രോസ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എച്ച് ക്രോസ് ഇൻറ്റു ജെ സെഡ് ജെ എം എന്ന് പറയുമ്പോൾ എം എച്ച് ക്രോസ് വരും. എം എച്ച് ക്രോസ് എടുക്കുമ്പോൾ നമുക്ക് എം എച്ച് ക്രോസ് ഇൻറ്റു എച്ച് ക്രോസ് എന്ന് പറയുമ്പോൾ എം എച്ച് ക്രോസ് സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എം സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ മൈനസ് എം എച്ച് ക്രോസ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ബ്രാ ജെ എം J plus dagger J plus ket jm is equal to h cross square j into j plus 1 minus m square minus m എന്ന് വന്നു. നമുക്ക് ഇക്വേഷൻ നമ്പർ 44 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത് കിട്ടി. ഈ ജെ പ്ലസ് ജെ എം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ജെ പ്ലസ് ഓപ്പറേഷൻ ജെ എമ്മിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജെ പ്ലസ് ജെ എം എന്ന് പറഞ്ഞാൽ അതും ജെ പ്ലസ് ജെ എം എന്താ വരിക? നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ള കെറ്റ് ജെ എം പ്ലസ് 1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അതായത് ജെ പ്ലസ് ജെ എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഐഗൺ കെറ്റ് ഓഫ് ജെ സെഡ് ആൻഡ് ജെ സ്ക്വയർ. Or you can simply write it as j plus ket jm must be same as j ket j m plus 1
പക്ഷെ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെ നമുക്ക് സി ജെ എം പ്ലസ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വിചാരിച്ചു. അപ് ടു എ multiplicative constant CJM plus. അതായത് ജെ എം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ജെ പ്ലസ് ഓപ്പറേറ്റ് ചെയ്താൽ എമ്മിന്റെ ഐഗൺ വാല്യൂ മാറിയിട്ട്, അതായത് എം എന്ന് പറയുന്ന വാല്യൂ മാറി എം പ്ലസ് 1 ആയിട്ട് മാറും എന്ന് മാത്രമേ ഉള്ളൂ. അതും ഒരു ജെ സെറ്റിന്റെ ഐഗൺ ഗെറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഇത് രണ്ടും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടാവും എന്ന് മാത്രമേ നമുക്ക് റെപ്രസെന്റ്. എച്ച് ക്രോസ് നമുക്ക് ആ വാല്യൂ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ മാത്രം. ഇത് നമ്മൾ ഓൾറെഡി ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ജെ പ്ലസ് എ ബി എന്ന് പറയുന്നത് നമ്മൾ സി പ്ലസ് എ ബി പ്ലസ് എച്ച് ക്രോസ് എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ പ്ലസ് ഓർ മൈനസ് ആണെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ക്ലിയർ? അപ്പോൾ ജെ എം എന്ന് പറഞ്ഞാലും ജെ എം പ്ലസ് 1 എന്ന് പറഞ്ഞാലും ഐഗൺ കെറ്റുകൾ എന്ന് പറയുന്നത് ജെ സെഡിന്റെ ഐഗൺ കെറ്റുകൾ തന്നെയാണ്. ഐഗൺ വാല്യൂസ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഈ ഒരു റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജെ പ്ലസ് ജെ എം എന്ന് പറയുന്നത് സി ജെ എം പ്ലസ് ജെ എം പ്ലസ് 1, ഇക്വേഷൻ നമ്പർ 45 എന്ന് കൊടുത്തു. ഇതിന്റെ ബ്രാ സ്പേസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ബ്രാ ജെ എം ജെ പ്ലസ് ഡാഗർ. കാരണം എന്താ? ജെ പ്ലസ് എന്ന് പറയുന്നത് ഒരു നോൺ ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സി ജെ എം പ്ലസ് സ്റ്റാർ ബ്രാ ജെ എം പ്ലസ് 1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 46. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് സി ജെ എം പ്ലസ് സ്റ്റാർ ഇൻറ്റു സി ജെ എം പ്ലസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അതിന് നമുക്ക് മോഡുലസ് സി ജെ എം പ്ലസ് ഹോൾ സ്ക്വയർ ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് 46ഉം 45ഉം കൂടി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ മതി. സി ജെ എം പ്ലസ് സ്റ്റാർ ബ്രാ ജെ എം പ്ലസ് 1 ജെ എം പ്ലസ് 1 ഇൻറ്റു സി ജെ എം. അതായത് ഇതിൻ്റെ രണ്ട് ആർ എച്ച് എസും നമ്മൾ ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തു മാത്രം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ബ്രാ ജെ എം ജെ പ്ലസ് ഡാഗർ ജെ പ്ലസ് കെറ്റ് ജെ എം. ക്ലിയർ? അപ്പോൾ ഇത് എത്ര വരും? ഇത് നോർമലൈസർ ആണെങ്കിൽ 1 വരും. അപ്പോൾ നമുക്ക് സി ജെ എം പ്ലസ് മോഡുലസ് സി ജെ എം പ്ലസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബ്രാ ജെ എം ജെ പ്ലസ് ഡാഗർ ഇൻറ്റു ജെ പ്ലസ് കെറ്റ് ജെ എം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ജെ പ്ലസ് ഡാഗർ ഇപ്പം നമ്മൾ ഓൾറെഡി ജെ പ്ലസ് ഡാഗർ ഇൻറ്റു ജെ പ്ലസ് ജെ എം എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 44. അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എച്ച് ക്രോസ് സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എം സ്ക്വയർ മൈനസ് എം എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 47. സോ മോഡുലസ് സി ജെ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു, വളരെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മോഡുലസ് സി ജെ എം സ്ക്വയർ മോഡുലസ് സി ജെ എം പ്ലസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ബ്രാക്കറ്റ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എം സ്ക്വയർ മൈനസ് എം. നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എം പ്ലസ് 1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ജെ മൈനസ് എം ഇൻറ്റു ജെ പ്ലസ്
എം പ്ലസ് വൺ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ജെ മൈനസ് എം ഇൻറ്റു ജെ പ്ലസ് ഒരു മൈനസ് എം ജെ ഒരു പ്ലസ് എം ജെ ടൈം എക്സ്ട്രാ വരും, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ റിസൾട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 48, മോഡുലസ് സി ജെ എം പ്ലസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ സി ജെ എം പ്ലസ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി. പക്ഷേ നമ്മൾ സി ജെ എം പ്ലസ് എന്ന് പറയുന്നത് കൺവെൻഷനലി റിയൽ ആൻഡ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, റിയൽ സി ജെ എം പ്ലസ് എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഇറ്റ് ഈസ് റിയൽ ആൻഡ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് സി ജെ എം പ്ലസ് എന്ന് പറയുന്ന അതിൻ്റെ റൂട്ട് എടുത്ത് എഴുതാം. റൂട്ട് ഓഫ് ജെ മൈനസ് എം ഇൻറ്റു ജെ പ്ലസ് എം പ്ലസ് വൺ എച്ച് ക്രോസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 49. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ജെ പ്ലസ് കെറ്റ് ജെ എം ഇസ് ഈക്വൽ ടു സി ജെ എം പ്ലസ് കെറ്റ് ജെ എം എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സി ജെ എം പ്ലസിന് പകരം റൂട്ട് ഓഫ് ജെ മൈനസ് എം ഇൻറ്റു ജെ പ്ലസ് എം പ്ലസ് വൺ എച്ച് ക്രോസ് കെറ്റ് ജെ എം എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ജെ പ്ലസ് ജെ കെറ്റ് ജെ എം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 50 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ജെ മൈനസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ജെ മൈനസ് കെറ്റ് ജെ എം എന്ത് വരും നമുക്കറിയാം. നമ്മൾ സി നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, സി ജെ എം മൈനസ് കെറ്റ് ജെ എം മൈനസ് വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് പഴയ ആർഗ്യുമെൻ്റ് വീണ്ടും ജെ മൈനസിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു മുമ്പ് പറഞ്ഞ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ജെ പ്ലസിന് ചെയ്ത അതേ പ്രൊസീജിയർ ജെ മൈനസിൽ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. സോ ജെ മൈനസ് കെറ്റ് ജെ എം സിക്വൽ ടു സി ജെ എം മൈനസ് കെറ്റ് ജെ എം മൈനസ് വൺ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, so j minus ket jm is equal to cjm minus jm minus 1 എന്ന് എഴുതി, which is equation number 51 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ നമ്പർ 51 ക്ലിയർ, ഇത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്രാസ് സ്പേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ ജെ എം ജെ മൈനസ് ഡാഗർ എന്ന് എഴുതാം. മറ്റ് സി ജെ എം മൈനസ് സ്റ്റാർ ബ്രാ ജെ എം മൈനസ് വൺ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 52. ഓക്കെ, ജെ പ്ലസ് ജെ ഐ ജെ മൈനസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ ജെ മൈനസ് ഡാഗർ ഇൻറ്റു ജെ മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം എന്താ, ജെ പ്ലസ് എന്ന് പറയുന്നത് ജെ മൈനസ് ഡാഗർ ആണ്. ഓക്കെ, അപ്പോൾ ജെ മൈനസ് ഡാഗർ ഇൻറ്റു ജെ മൈനസ് എന്ന് എഴുതി. നമുക്ക് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ നമ്പർ 29 ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് പ്ലസ് എച്ച് ക്രോസ് ജെ സെഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാട്രിക്സ് എലമെന്റ് ബ്രാ ജെ എം ജെ മൈനസ് ഡാഗർ ജെ മൈനസ് കെറ്റ് ജെ എം ക്യാൻ ബി റിട്ടൺ ആസ് ബ്രാ ജെ എം
j square minus j square ket jm minus bra jm jz square ket jm plus h cross into bra jm jz ket jm. Clear? അപ്പോൾ ഈ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എന്ത് വരും? എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് വൺ എന്ന് വരും. ജെ സെഡ് സ്ക്വയറിൻ്റെ മൈനസ് എം സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് വരും. ജെ സെഡിൻ്റെ എം എച്ച് ക്രോസ് ഇപ്പോൾ പ്ലസ് എം സ്ക്വയർ പ്ലസ് എം എച്ച് ക്രോസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ bra jm j minus dagger j minus ket jm is equal to h cross square bracket j into j plus 1 minus m square plus m എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. So that can be represented as h cross square j into j plus 1 minus m അല്ലെങ്കിൽ plus m into minus m into m minus 1 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് വൺ അല്ലെങ്കിൽ ജെ പ്ലസ് എം ഇൻറ്റു ജെ മൈനസ് എം പ്ലസ് വൺ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് മാട്രിക്സ് എലമെൻറ്റ് ജെ എം, ജെ മൈനസ് ഡാഗർ, ജെ മൈനസ് കെറ്റ് ജെ എം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇക്വേഷൻ നമ്പർ 51ഉം 52ഉം എടുത്താൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മോഡുലസ് സി ജെ എം സ്ക്വയർ ഫ്രം 51 and 52 bra j m minus 1 ket j m minus 1 is equal to bra j m j minus dagger j plus j minus ജെ എം എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 51ഉം 52ഉം വെച്ചിട്ട് 51 എന്ന് പറയുന്നത് ജെ മൈനസ് കെറ്റ് ജെ എം ഈക്വൽ ടു സി ജെ എം മൈനസ് മൈനസ് കൊടുക്കാം, സി ജെ എം മൈനസ് ജെ എം മൈനസ് 1 ആണ്. അതിനെ ബ്രാസ് സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ജെ മൈനസ് ഡാഗർ വരും. അപ്പോൾ അത് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇക്വേഷൻ നമ്പർ 53ൽ നിന്ന് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ so the result will be h cross square into j plus m into j minus m plus 1 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ മോഡുലസ് സി ജെ എം മൈനസ് സ്ക്വയർ ഈസ് ദിസ് വാല്യൂ which is equation number 54. Again taking cjm minus as real and positive, cjm minus can be written as root of j plus m into j minus m plus 1 h cross എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 55. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ j minus ket jm can be written as root of j plus m into j minus m plus 1 h cross ket jm എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ,
കെറ്റ് ജെ എം പ്ലസ് വൺ എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ കെറ്റ് ജെ എം എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 56. എം എന്നല്ല, എം മൈനസ് വൺ. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. സോ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മാട്രിക്സ് എലമെൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുമ്പ് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ജെ പ്ലസ് കെറ്റ് ജെ എം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. റൂട്ട് ഓഫ് ജെ മൈനസ് എം ഇൻറ്റു ജെ പ്ലസ് എം പ്ലസ് വൺ എച്ച് ക്രോസ് കെറ്റ് ജെ എം പ്ലസ് വൺ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാട്രിക്സ് എലമെൻ്റ് ആയിട്ട് എഴുതുമ്പോൾ ജെ പ്ലസിൻ്റെയും ജെ മൈനസിൻ്റെയും മാട്രിക്സ് എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ജനറലൈസ് ചെയ്ത് ബ്ര ജെ പ്രൈം എം പ്രൈം ജെ പ്ലസ് ഓർ മൈനസ് ജെ എം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ പ്ലസ് ഓർ അല്ലെങ്കിൽ ജെ മൈനസ് ഓർ പ്ലസ്